പ്രതിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മുത്തേടം, എടക്കര, നിലമ്പൂർ. നിലമ്പൂർ കോവിലകത്ത് മുറിയിൽ നടത്തിയ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഫസ്റ്റ് എയ്ഡ് ബോധവൽക്കരണ ക്ലാസും ശ്രദ്ധേയമായി. നിരവധി പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ കോവിലകത്ത് മുറി ദി യുണൈറ്റഡ് ക്ലബ്ബും ഡോക്ടർ കൃഷ്ണവേണിയും CMC ഗ്രൂപ്പും നേതൃത്വം നൽകുന്ന പുതിയ മാനേജ്മെന്റിന് കീഴിൽ നിലമ്പൂർ ചന്തക്കുന്നിൽ പ്രവർത്തിക്കുന്ന AVM ആശുപത്രിയും ചേർന്നാണ് മെയ് ദിനത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഫസ്റ്റ് എയ്ഡ് ബോധവൽക്കരണ ക്ലാസും നടത്തിയത്. നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. AVM ആശുപത്രി നടത്തുന്ന മെഡിക്കൽ ക്യാമ്പിനെയും ബോധവൽക്കരണ ക്ലാസിനെയും അവർ അഭിനന്ദിച്ചു. ഉത്തരവാദിത്ത ബോധത്തോടെ കുറഞ്ഞ ചെലവിൽ മികച്ച സേവനം നൽകുന്നതിനെയും വർഷങ്ങളായി നിലമ്പൂരിലെ ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ കൃഷ്ണവേണിക്കും CMC ഗ്രൂപ്പിനും ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിനെയും അവർ അഭിനന്ദിച്ചു. മെഡിക്കൽ ക്യാമ്പുകൾ ഇന്ന് എല്ലാവരും പല രീതിയിൽ ക്യാമ്പ് മുതൽ എല്ലാ ക്യാമ്പുകളും സാധാരണമായി നടത്തുന്ന രണ്ട് കാര്യങ്ങൾ. രോഗികൾ കൂടുകയും ചികിത്സ വളരെ പണച്ചെലവുള്ളതുമായ ഈ കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് എത്തുന്ന ചികിത്സാ സൗകര്യം മെഡിക്കൽ ക്യാമ്പ് വരെ വരുന്ന രോഗികളെ കണ്ടെത്തി അവർക്ക് തുടർ ചികിത്സ അതാത് ഹോസ്പിറ്റലിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഈ വീട്ടുമുറ്റത്ത് എത്തുന്നത് കൊണ്ട് തന്നെ കയ്യെത്തുന്ന ദൂരത്ത് കിട്ടുന്ന ചികിത്സാ സൗകര്യത്തിന് ഒരു വിലക്കുറവില്ല, അല്ലെങ്കിൽ അതിന് പ്രാധാന്യക്കുറവില്ല, അതിന് പിന്നെ മരുന്നിന് എന്തെങ്കിലും പോരായ്മകളില്ല. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ഒരു സമയം കൂടിയാണ്. നമുക്ക് അങ്ങോട്ട് ചെന്ന് ക്യൂ നിന്ന് രജിസ്റ്റർ ചെയ്ത് മണിക്കൂറുകളോളം കാത്തു നിന്ന് ഓരോ ഡോക്ടറെയും കാണാണ്ട് ഹോസ്പിറ്റലിൽ നമുക്ക് ഈ നമ്മുടെ ഡോക്ടറല്ല ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്, ഈ ഡോക്ടറുടെ അല്ല. ഞാൻ കുറച്ച് അടുത്തൊക്കെ കയറി ഇന്നൊക്കെ പരിചയപ്പെട്ടൊരു സ്വാതന്ത്ര്യം ഉപയോഗിക്കും. പക്ഷെ ഞാൻ AVM ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പക്ഷേ കൃഷ്ണവേണി ഡോക്ടർ ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാറുകയൊക്കെ ചെയ്യും. നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇത് നമ്മൾ അടുത്തേക്ക് എത്തി എന്നുള്ളത് കൊണ്ട് കൃഷ്ണവേണി ഡോക്ടറുടെ പ്രാഗൽഭ്യം കുറയുന്നില്ല എന്ന് നിങ്ങളോട് പറഞ്ഞു തരാനാണ് ഞാനത് പറഞ്ഞത്. അപ്പം എന്തായാലും ഈ സൗകര്യം നമുക്ക് ഉപകാരപ്രദമാണ്. നമ്മളെ വീട്ടുമുറ്റത്തേക്ക് ഇത് വന്നു. നമുക്ക് അത്യാവശ്യം പറയേണ്ടത് ഇപ്പം പ്രത്യേകിച്ച് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ഞാനും അങ്ങനെ തന്നെയാണ്. കുറച്ച് വേദന ഉണ്ട്, കുറച്ച് പ്രയാസമുണ്ട്, കാലിന് നീരുണ്ട്, അല്ലെങ്കിൽ തലവേദന ഉണ്ട്, നടക്കുമ്പോൾ കിടപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ആവാം. കൊണ്ടേ വീട്ടുപണി കഴിഞ്ഞ് ഒന്ന് ഹോസ്പിറ്റലിൽ പോകാൻ നമുക്ക് നേരമില്ല. ഈ പോയാലപ്പോൾ ഒന്നുകിൽ ഭർത്താവിനോട് പൈസ വയ്ക്കണം, അല്ലെങ്കിൽ മക്കളോട് ചോദിക്കില്ല. ഇതാണ് തീരുമാനിക്കാറ് നമ്മളല്ലേ. അപ്പൊ അത്തരം ആളുകൾ ഈ സൗകര്യം നന്നായി ഉപയോഗിക്കാം. നിലമ്പൂർ കോവിലകത്ത് മുറി ദി യുണൈറ്റഡ് ക്ലബ്ബ് റീഡിംഗ് ആൻഡ് ലൈബ്രറി പ്രസിഡന്റ് KK ദീപ അധ്യക്ഷത വഹിച്ചു. CMC ഗ്രൂപ്പ് CEO ഡോക്ടർ V ആഷിഖ് മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് ഫസ്റ്റ് എയ്ഡ് ബോധവൽക്കരണ ക്ലാസും നടത്തി. കൃത്യമായിട്ടാണ് ചെയ്യേണ്ടത്. നമ്മുടെ ചെസ്റ്റിന്റെ സെൻട്രൽ ഭാഗത്ത് ഈ കുറച്ച് അങ്ങോട്ടായി കുറച്ച് താഴോട്ടായി അങ്ങനെ അന്നൊന്നും പ്രശ്നമില്ല. ഏകദേശം നിങ്ങൾക്ക് കാണുന്ന സെന്റർ തന്നെ ഉണ്ട്. ഷർട്ട് അയച്ചിട്ട് സെൻട്രൽ ഭാഗം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഏകദേശം ഊഹം വെച്ചിട്ട് നോക്കിയാൽ മതി. നമ്മൾ ഈ ചെസ്റ്റിന്റെ നമ്മുടെ ഈ സെൻട്രൽ ഭാഗത്ത് നമ്മുടെ കൈ ഇങ്ങനെ വെക്കും. ഒരു രണ്ടാമത്തെ കൈ ലോക്ക് ചെയ്തിട്ട് അങ്ങനെ എൻ്റെ കൈ നിൽക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് 1 2 3 4 5 6. ഈ ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും ചെയ്യുന്ന CPR ചെയ്യുന്ന ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ കൈ ഇങ്ങനെയാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് വെയിറ്റുകളായിക്കോട്ടെ, മെലിഞ്ഞാളായിക്കോട്ടെ, ആരായിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന നമ്മുടെ കൈയിൻ്റെ ഈ എൽബോ ജോയിന്റ് സ്ട്രൈറ്റ് ആയ രണ്ടിനും ഇങ്ങനെ നേരെ നിന്ന് കഴിഞ്ഞാൽ ഈ ബെൻഡിൽ ഉദ്ദേശം ഇങ്ങനെ വളഞ്ഞു വരുന്നത്. ഇങ്ങനെ വന്ന് നമ്മളിങ്ങനെ 30 പ്രാവശ്യം നെഞ്ചിട്ട് അമർത്താം. 1 2 3 4 പ്രശ്നം നല്ല ആദ്യത്തെ താമര ഇനി വെയിൽ പൊട്ടി പോയൊന്നും പ്രശ്നമില്ല, ധൈര്യം നിങ്ങൾക്ക് അമർത്താം. അപ്പം ഞാൻ എപ്പോഴും 3 4 നിർത്തി ഞാൻ പ്രസ് ചെയ്ത് നിർത്തുന്നില്ല. കാരണം എന്താ പ്രശ്നം? കിളപ്പ് വരുന്നില്ല. അപ്പം ഏത് ആൾക്കാരും നമ്മളിങ്ങനെ കംപ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കിളപ്പ് വരും. ഞാൻ കിളപ്പ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ ഒരാൾ വിളിച്ചിട്ടുണ്ട്. ആരെ വിളിച്ചിട്ടുണ്ട്? സഹായത്തിന് ഒരാൾ വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ 30 പ്രാവശ്യം കംപ്രഷൻ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ കിളപ്പ് വന്നിപ്പോൾ അടുത്ത ആളെ സഹായത്തിന് വരാൻ പറ്റും. അപ്പം 30 പ്രാവശ്യം 1 2 3 4 5 30 പ്രാവശ്യം അമർത്തിയിട്ട് 2 പ്രാവശ്യം വായിലേക്ക് ഊതുക. വലിക്കില്ല, മൂക്കിലേക്കല്ല, വായിലേക്കാണ് ഉള്ളത്. രാവിലെ 3 മണിക്കോ 4 മണിക്കോ ബ്രഷ് ചെയ്ത് വലിയ അങ്ങനെ കാത്തു നിൽക്കുമോ? ഉടനെ ചെയ്യണം. അത് ഈ കോവിഡ് ഉണ്ട് അല്ലെങ്കിൽ അസുഖമായിട്ട് ഒന്നും നോക്കണ്ട. ഞാൻ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് 30 പ്രാവശ്യം നെഞ്ചിതാ പറ്റുക, 2 പ്രാവശ്യം വായിലേക്കുക. AVM ആശുപത്രി മാനേജ്മെന്റ് ഡയറക്ടർ അനിൽ അകമ്പാടം ആശുപത്രിയിലൂടെ ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളും ആനുകൂല്യങ്ങളെ പറ്റിയും വിശദീകരിച്ചു. ഇൻഷുറൻസ് കാർഡ് ഉള്ളവർക്കും അതേപോലെ തന്നെ മെഡിസിൻ ഉള്ളവർക്കും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എങ്കിൽ ആ പ്രശ്നങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ
തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിച്ചു. എന്തായാലും മെച്ചപ്പെട്ട ചികിത്സയും കൂടി നിങ്ങളുടെ കൊടുക്കുന്നുണ്ട്, ഒപ്പം കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഇൻഷുറൻസ് കാർഡിൽ വരുന്ന പേഷ്യൻസിന് അവിടെ ഇൻഷുറൻസ് കാർഡ് ഇല്ലാത്തവരുണ്ട്, അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ വരാറുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞങ്ങൾ പ്രിവിലേജ് കാർഡ് കൊടുക്കുന്നുണ്ട്. ആ പ്രിവിലേജ് കാർഡ് നിരക്കിയിട്ട് ഡോക്ടർ വന്ന് കാണിക്കുന്നതിന് ആണെങ്കിലും നല്ല ഫീസിനാണെങ്കിലും മരുന്ന് വാങ്ങുന്നതിനാണെങ്കിലും പിന്നെ അതേപോലെ തന്നെ അഡ്മിറ്റ് ആവുന്നതിനാണെങ്കിലും പിന്നെ അതേപോലെ തന്നെ ലാബിലാണെങ്കിലും ഇത് മുഴുവൻ കൊടുക്കുമ്പോൾ ഞങ്ങൾ പ്രിവിലേജ് കാർഡ് അവിടെ കൊടുക്കുന്നുണ്ട്. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് തുടർ ചികിത്സയിലും ഇളവുണ്ടാകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. MK ബാലകൃഷ്ണൻ, ഡോക്ടർ മുഹമ്മദ് മുസ്തഫ, ഡോക്ടർ ഫസ്ലീന എന്നിവർ സംസാരിച്ചു. K ഷൺഗീത്, പത്മകുമാർ, രഘുരാജ്, സിനി സുന്ദരൻ, ജയന്തി സത്യൻ, AVM ആശുപത്രി ജീവനക്കാർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. വിദഗ്ധ ഡോക്ടർമാരാണ് ക്യാമ്പിൽ പരിശോധനയ്ക്കെത്തിയത്. പരിശോധനയ്ക്ക് ശേഷം ആവശ്യമായ മരുന്നുകളും നൽകി. പുതിയ മാനേജ്മെന്റിന് കീഴിൽ ആരോഗ്യ ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ AVM-ൽ ലഭ്യമാണ്. ചികിത്സ തേടിയെത്തുന്നവർക്ക് പരമാവധി ആനുകൂല്യങ്ങൾ നൽകാൻ CMC മാനേജ്മെന്റ് ഗ്രൂപ്പ് ആവശ്യമായ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. A+ വിഷൻ, നിലമ്പൂർ. ഉയരങ്ങളിൽ രാപ്പാർക്കാം, കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദവിസ്മയമൊരുക്കി റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ്. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമയും സൗന്ദര്യവും കക്കാടംപൊയിയിൽ റോക്ക്വെൽ നിങ്ങൾക്ക് സമ്മാനിക്കും. കലാത്മകമായി സജ്ജീകരിച്ച 8 ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ, ചിൽഡ്രൻസ് പ്ലേ ഏരിയ, റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം. റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ്, കക്കാടംപൊയിൽ, നായാടംപൊയിൽ.